ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണാം. ഇതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് അത് ചൂടാക്കാൻ വെക്കുക. അതിനകത്ത് നമുക്ക് കുറച്ച് ഡ്രൈ മസാലാസ് ഇടാം. ഒരു 1.5 സ്പൂണോളം റെഡ് ചില്ലി പൗഡർ, പിന്നെ ചിക്കൻ പൗഡർ വേണം. അത് 1.5 സ്പൂണോ 2 സ്പൂണോളം നമുക്ക് ഇടാം. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നിറവറ എടുത്തിരിക്കുന്നത് ഇവിടെ, നിറവറ ചിക്കൻ മസാല പൗഡർ. പിന്നെ കശ്മീരി ചില്ലി പൗഡറും 1.5 to 2 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ വേണ്ടത് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി നമുക്ക് ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തോളം ഇടാം. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മസാലകളെല്ലാം നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് അത് റോസ്റ്റ് ചെയ്യണം. കുറച്ച് സമയം എടുക്കും. സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ്. പതുക്കെ അത് റോസ്റ്റ് ചെയ്ത് നല്ലൊരു ബ്രൗണിഷ് കളർ ആവണം. സ്മെല്ല് വന്ന് തുടങ്ങും, മസാലയെല്ലാം മൂക്കുന്നതിൻ്റെ സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ എല്ലാ മസാലകളും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം. കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കണം. ഇച്ചിരി പേഷ്യൻസ് വേണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ട് കഴിയുമ്പോൾ. ഇപ്പോൾ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് മസാല. അപ്പം ഇച്ചിരി കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാനിത് ഓഫ് ചെയ്യും. ശകലം കൂടെ ആവാനുണ്ട്. ഓക്കെ, ഓഫ് ചെയ്ത് നമുക്കിത് ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇച്ചിരി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനിയും നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം, ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കാരണം പാത്രത്തിന് ചൂടുള്ളതുകൊണ്ട് ആ മസാല അതിനകത്ത് കിടന്നതൊന്നുകൂടെ ചൂടായിക്കോളും. ഇനിയും വേണ്ടത് നമുക്കിതിനായിട്ട് സബോള, കൊച്ചുള്ളി, കുറച്ച് കരിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങാക്കൊത്ത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സബോളയും കൊച്ചുള്ളിയും കൂടെ ഇടണം. ഞാൻ കൊച്ചുള്ളിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട് കാണാത്ത. പിന്നെ ഞാൻ ഇതിനകത്ത് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പൊട്ടറ്റോ ഞാൻ ചെറുതായിട്ട് സ്ക്വയർ പീസായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി. പിന്നെ നമുക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ. ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചു. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുമ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ മസാല, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഒത്തിരി ആവല്ല, ഒരു 1-2 പീസ് വെച്ചിട്ട് ഇട്ടാൽ മതി. എല്ലാവർക്കും ചിക്കൻ കറി വെക്കാൻ അറിയാം. പിന്നെ നമ്മൾ ഓരോരുത്തരും വെക്കുന്ന ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് ഈ മസാല എല്ലാം ഇട്ട് കൊടുക്കാം. സ്റ്റാർ അനീസും പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടില്ല, പട്ടയും ബേ ലീഫും കൂടെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ തേങ്ങ കൊത്തിട്ടിട്ട് നന്നായിട്ട് വഴച്ച് കിടക്കണം. കരിവേപ്പിലും തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് പേസ്റ്റ് ആണെങ്കിലും ഇടാം. ഞാനിപ്പം അത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടേക്കുവാണ്. നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ അതിനൊന്നും സമയം കാണത്തില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിച്ചിട്ടിട്ടാൽ മതി. അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനകത്ത് അതിനകത്ത് ഞാൻ കൊച്ചുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 10 കൊച്ചുള്ളിയൊക്കെ ഇച്ചിരി ടേസ്റ്റ് നമുക്ക് വരും ചിക്കൻ കറി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഒനിയൻ കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആവും. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക്
ഒന്ന് ബ്രൗൺ ആയി കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് വേണം അത് സോട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനായിട്ട് കുറച്ച് നല്ല രീതിയിൽ ഒന്ന് മാറ്റി വന്നു അതുകൊണ്ട് കുറച്ച് പിന്നെ അത് കഴിഞ്ഞ് ചൂട് കാണണം. അപ്പോഴത്തേക്കും നമുക്ക് സൈഡിൽ തക്കാളി അരിഞ്ഞ് വെക്കുകയും ഇതല്ലെങ്കിൽ നമുക്ക് ഇത് വേണ്ട ഇപ്പം തക്കാളി പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റാക്കി ആണെങ്കിലും ഇടാം. അപ്പോൾ ഇതിപ്പം ഞാൻ ജസ്റ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ക്രഷ് ചെയ്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതും ചേർത്ത് ഇതെല്ലാം നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലകളൊക്കെ ഇടണം. മസാലകൾ നമ്മൾ നേരത്തെ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിനകത്ത് ചേർക്കണം. ഇച്ചിരി ഒന്നായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കുറച്ച് ബ്രൗണായിട്ടുണ്ട്. കുറച്ച് ബ്രൗണായിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ കൂടെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. മസാല നമുക്ക് മിക്സിയിൽ പൊടിക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കതിലേക്ക് ചേർക്കാം. അതെല്ലാം ഒരു അളവനുസരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ആഡ് ചെയ്യേണ്ടി വരില്ല. ഇതിലേക്ക് നമ്മളെല്ലാം ഒരു ഓൾമോസ്റ്റ് 2 ടീസ്പൂണിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്, ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിന് മിക്സ് ചെയ്തെടുക്കണം. എടുത്ത് നമുക്ക് ആ തക്കാളി ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് ഇത് ചെയ്തെടുത്തു, ബ്ലെൻഡ് ചെയ്തെടുത്തു. അത് ഇത് ചെയ്തില്ല, പേസ്റ്റ് ആക്കിയിട്ടില്ല. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. തക്കാളി വേകാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം, എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ജസ്റ്റ് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ഈ ടൈമിൽ തന്നെ കെറ്റിൽ ചൂടാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ വേണ്ടി ഈ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ചിക്കനും ഈ മസാലയും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. ലാസ്റ്റ് ആകുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യേണ്ടേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കളറിനൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ മസാലയെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിടുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റും വേറൊരു കളറും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പം അതെല്ലാം ജസ്റ്റ് യോജിപ്പിച്ച് കഴിയുമ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. പക്ഷെ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിരുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കണം, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സെയിം ഒരു, കാരണം ഇതെല്ലാം മസാല ചൂടായിരിക്കുന്നുണ്ട്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് അതിനെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സൈഡിൽ പറ്റിയിരിക്കുന്നതെല്ലാം ഞാൻ എടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. അടച്ചു വെച്ച് നമുക്കിതിൻ്റെ ഒരു കുക്കിംഗ് ടൈമുണ്ട്. എന്തായാലും എൻ്റെ കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അത് അടുക്കി പിടിക്കാതെ നോക്കണം. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അത് വഴറ്റി കൊടുക്കണം. ആ സമയത്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അതനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം, ഇത് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് അത് കൂടുതലോ കുറവോ ആക്കാം. കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യണം. ഇച്ചിരി സമയം കൂടെ കുക്ക് ചെയ്യണം.
ഓൾമോസ്റ്റ് ആകാറായിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നമ്മൾ ഡ്രൈ മേത്തി ഇട്ടാൽ നല്ലതായിരിക്കും. അതിൻ്റെ ടേസ്റ്റിന് ചേഞ്ച് വരും. അതിനകത്ത് ഞാൻ കുറച്ച് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ലാസ്റ്റ് നമുക്ക് അതും ആഡ് ചെയ്യാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് എടുക്കാം. എന്തോ നോക്കുന്നതാണ്, കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് എടുത്തതാണ്. ഇച്ചിരി കൂടെ ആവണമായിരുന്നു. കുറച്ച് സമയം കൂടെ വെച്ചു. കുറച്ച് കസൂരി മേത്തി കൂടെ അതിനകത്തോട്ട് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും, നല്ലൊരു മണവും വരും. അപ്പോൾ കസൂരി മേത്തിയാണിത്. കസൂരി മേത്തി ഇട്ടു, അത് ഓപ്ഷണലാണ്, അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക്, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താൽ മതി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾ കസൂരി മേത്തി ചേർത്തത്. പിന്നെ മല്ലി ഇലയും കൂടെ ലാസ്റ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ എടുത്ത് നമുക്ക് ഇത് ഡിഷ് ഔട്ട് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ഈ ചിക്കൻ കറി ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ചിക്കൻ കറി കഴിക്കാവുന്നതാണ്. കാണാനുള്ള നല്ലൊരു കളറും നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ ചിക്കൻ കറി, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക്, ഷെയർ. Hope you like this video. Thank you so much.